ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൗമ്യാസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ട് വ്യത്യസ്ത തരം ചില്ലി പാസ്തയുടെ റെസിപ്പിയാണ്. മാക്രോൺ വെച്ച് തയ്യാറാക്കുന്ന ഈ രണ്ട് വ്യത്യസ്ത തരം ചീസി സ്പൈസിയുമായിട്ടുള്ള പാസ്ത വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനും സാധിക്കും. ഈ റെസിപ്പി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ മാക്രോണിയുടെ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാസ്തയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഈ 400 ഗ്രാമിന്റെ മാക്രോണി ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ആണ് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതിയാകും. വെള്ളത്തിന്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. കാരണം നമ്മൾ പാസ്ത വെന്തതിന് ശേഷം ഈ വെള്ളം വാർത്ത് കളയുന്നതായതുകൊണ്ട് ഒരു കാരണം കൊണ്ടും ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് വേവിക്കരുത്. നമ്മുടെ പാസ്തയുടെ നമ്മുടെ റെസിപ്പിയുടെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഒറിഗാനോ ആണ് എടുത്തിരിക്കുന്നത്. ഡ്രൈ ആയിട്ടുള്ള ഒറിഗാനോ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ആ ഒരു ഒറിഗാനോ ആണ് 1/4 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്ന അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി, അതായത് ചുക്ക് പൊടിച്ചിട്ടുള്ള ജിഞ്ചറിന്റെ പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം വെളുത്തുള്ളിയുടെ പൊടിയാണ്, ഗാർലിക് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചില്ലി സോസ് അല്ല, ഹോട്ട് സോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ചില്ലിയുടെ തന്നെയാണ് ഫ്ലേവർ, പക്ഷെ കുറച്ച് പുളി ഉള്ളതായതുകൊണ്ടാണ് ഇതിന് ഹോട്ട് സോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ കിട്ടും. ചെറിയൊരു പുളി രസം ഉണ്ടായിരിക്കും. എരിവിനെക്കാട്ടും കൂടുതൽ പുളി ആയിരിക്കും ഇതിൽ മുൻപിൽ നിൽക്കുന്നുണ്ടാവുക. പിന്നെ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം സോയ സോസ് ആണ്. നിങ്ങൾക്ക് ഈ ഹോട്ട് സോസ് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ അതിന് പകരമായിട്ട് ചില്ലി സോസ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 3 ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ആണ് ഈ ഒരു ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്, ഈ ഒരു റെസിപ്പിക്കായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബ്രസ്റ്റ് പീസസ് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷമാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളിത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. അപ്പൊ നന്നായിട്ട് ബ്രസ്റ്റ് പീസസ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നന്നായിട്ട് ഉപ്പും മുളകും അതേപോലെ തന്നെ പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇത്തരത്തിൽ ചേർത്ത് കൊടുക്കാനായിട്ട് സോസസ് ഒന്നും തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ, സോയ സോസോ അതുപോലെ തന്നെ ചില്ലി സോസോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണോളം നാരങ്ങനീര് പിഴിഞ്ഞു വെച്ചതിന് ശേഷം നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് അത് നന്നായിട്ട് കുതിർത്തതിന് ശേഷം അരച്ച് ചേർത്താലും മതിയാകും. ഇത്തരത്തിൽ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പും മുളക് നന്നായിട്ട് പിടിച്ചു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒന്ന് ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നത്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 20 മിനിറ്റ് ഒരു സൈഡിൽ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാം, നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പാസ്തയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് നന്നായിട്ട് കുക്കായിട്ട് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു പാകത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മുറിഞ്ഞു വരണം. ആ ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത റെഡിയായി നടത്താം. നമ്മളിനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ആ ചൂടുവെള്ളത്തിൽ തന്നെ വെക്കാറുണ്ട് പാസ്തേനെ. അപ്പൊ ഒന്നും കൂടി നന്നായി കുക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട്, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ്, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ഇട്ട് കൊടുക്കാം. പാസ്ത വേവിക്കാനായി വെച്ചിട്ടുള്ള പാസ്ത അതൊന്നൊരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് സ്ട്രെയിനറിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ വെള്ളം ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റി വെക്കേണ്ടതാണ്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് എല്ലാ ചിക്കൻ്റെ പീസസും ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ കുക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള പാസ്ത ഒരു സ്ട്രെയിനറിൽ കൂടെ ഒഴിച്ചിട്ട് ആ വെള്ളമൊക്കെ വാർത്തെടുക്കാവുന്നതാണ്. ആ വെള്ളം നിങ്ങൾക്ക് സൂപ്പിനായിട്ടോ അതല്ലെങ്കിൽ
നമ്മൾ ക്രീമി ആയിട്ടുള്ള പാസ്ത തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ക്രീം തയ്യാറാക്കാനായിട്ടോ നമുക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ട് പാസ്ത കുക്ക് ചെയ്തെടുത്തിട്ടുള്ള വെള്ളം വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ ക്രീമിയും അതുപോലെ തന്നെ ടേസ്റ്റിയും ആയിരിക്കും ഈ പാസ്ത വേവിച്ചിട്ടുള്ള വെള്ളം. അതല്ല നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് സ്ട്രെയിനറിൽ കൂടെ സ്ട്രെയിൻ ചെയ്ത് കളയാവുന്നതുമാണ്. സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ഒരു ഹാഫ് കുക്ക് ആയി കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരത്തിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ഒരു ഹാഫ് കുക്ക് ആയി കഴിഞ്ഞാൽ അന്ന് എടുത്തതിന് ശേഷം ഞാനൊരു ഓവനിലേക്കോ അല്ലെങ്കിൽ എയർ ഫ്രയറിലേക്കോ ഇട്ടതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു എയർ ഫ്രയറിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ എയർ ഫ്രയർ ഇല്ലെങ്കിൽ നിങ്ങൾ ഓവനിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു സമയം നമുക്ക് പാസ്തയുടെ ഈ ഒരു സ്പൈസി ആയിട്ടുള്ള ചില്ലി പാസ്തയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. അതിനായിട്ട് ഫൈനൽ സ്റ്റേജിലേക്ക് നമുക്കൊരു പാൻ, ഒരു മീഡിയം സൈസ് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഒരു 5 or 6 വെളുത്തുള്ളിയുടെ അല്ലികൾ നന്നായിട്ട് ഫൈനായിട്ട് കൊത്തിയരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ മുഴുവനായിട്ട് മെൽറ്റായി വരേണ്ട ആവശ്യമില്ല. പകുതി ഒന്നും മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഈ കൊത്തിയരിഞ്ഞെടുത്തിട്ടുള്ള ഒരു 6 അല്ലിയോളം വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മളൊരു മീഡിയം സൈസ് സബോളയും അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കമാണ് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫ്രോസന്റെ ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് അധികം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്ക് ആക്കി എടുത്താൽ മാത്രം മതിയാകും. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ആ ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒറിഗാനോ ലീവ്സ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം ബ്ലാക്ക് പെപ്പറിന്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എരിവിനായിട്ട്. പിന്നെ ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്രഷ് ചെയ്തിട്ടുള്ള റെഡ് ചില്ലീസ് ആണ്. അതുമല്ലെങ്കിൽ ഒരു 2 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച്. നിങ്ങളിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നമ്മുടെ കറിയിലൊക്കെ വറുത്തിടുന്ന അങ്ങാടി മുളക് 1, 2 അല്ലെങ്കിൽ 2, 3 നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയാകും. ഇതൊന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പാസ്തയ്ക്കൊക്കെ ബട്ടറിന്റെ ടേസ്റ്റ് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ പാസ്ത നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെയോ കട്ട പിടിക്കാതെയോ അധികം തന്നെ കുക്കായി പോവാതെയോ നല്ല കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോവുകയാണെങ്കിൽ പാസ്ത ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അധികം വെന്തിട്ടില്ലെങ്കിൽ അത് കടിക്കാനും പറ്റില്ല. അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയാൽ മാത്രമേ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അത് കാരണം തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്ന സ്റ്റേജിൽ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ വെച്ചതിന് ശേഷം വേണം വാർക്കാനായിട്ട്, വെള്ളം വാർത്ത് കളയാനായിട്ട് എന്ന് പറഞ്ഞത്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കുക്കായി കിട്ടുള്ളൂ. ഒരുപാട് കുക്കായി പോവരുത്, കുറവ് കുക്കാവാനും പാടില്ല. ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ടൊമാറ്റോയുടെ കച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം സോയ സോസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ചിക്കൻ്റെ പീസസ്, അതിൽ 2 ബ്രസ്റ്റ് പീസസ് ആണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഈ പാസ്തയുടെ റെസിപ്പിയിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് എരിവിനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടിയോളം കാശ്മീരി ചില്ലി നമ്മളൊരു ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ്. ഒരൽപ്പം ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചില്ലി പേസ്റ്റ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇത്തരത്തിൽ അരച്ചെടുത്തിട്ടുള്ള കാശ്മീരിയുടെ ചില്ലി പേസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂണോളാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് രണ്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഒരു എളുപ്പ വഴിയാണ്, ഒരു കാശ്മീരി ചില്ലി പൗഡർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ കാശ്മീരി ചില്ലി പൗഡർ ടൊമാറ്റോ കെച്ചപ്പിലോ അതല്ലെങ്കിൽ ചില്ലി സോസിലോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷവും ഇത്തരത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചേർത്താലും നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഈ ഒരു 3 മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ ഉപ്പ് ലേശം കുറവായത് കൊണ്ടാണ് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത്.
ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ജ്യൂസി ആയിട്ടുള്ള ഒരു പാസ്തയാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്ത വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഒരു കപ്പ് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത്തരത്തിൽ പാസ്ത വേവിച്ചിട്ടുള്ള വെള്ളം 1 കപ്പോ അതല്ലെങ്കിൽ 1/2 കപ്പോ നിങ്ങളുടെ എത്രയാണ് ജ്യൂസി ആയിട്ടുള്ള പാസ്തയാണ് നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഞാനിവിടെ വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. നമ്മൾ സോസൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിന് മാത്രമാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ജ്യൂസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ 1/2 കപ്പോ അല്ലെങ്കിൽ 1 കപ്പോ പാസ്ത വേവിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ആ സോസൊക്കെ നമ്മുടെ പാസ്തയ്ക്ക് അതായി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചില്ലി. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരല്പം നമ്മുടെ ഒരു ട്രേയിലേക്ക് മാറ്റുകയാണ്. ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാനാണ്. അതിന്റെ മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊരു 5 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു ഫ്രൈയിങ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത്തരത്തിൽ ബേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ഇതിന്റെ മുകളിലേക്കായിട്ട് ഒരല്പം ചെഡർ ചീസാണ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ വൈറ്റ് ചീസും ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിനെക്കാട്ടും കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ഇത്തരത്തിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ചെഡർ ചീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ കിട്ടുന്ന ഒരു ചെഡർ ചീസാണ്. അത് ഇട്ടിട്ടൊന്ന് ബേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രൈയിങ് എഫക്റ്റും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. നിങ്ങൾക്ക് കാണാം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ബേക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചില്ലി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുമാണ് അതുപോലെ തന്നെ വളരെ ഈസിയുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുമാത്രമല്ല ഈ സ്പൈസി ചില്ലി പാസ്തയാണോ അതോ ചീസി ആയിട്ടുള്ള ചില്ലി പാസ്തയാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത്, ഏത് ഫ്ലേവറാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് എന്ന് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നിങ്ങളിൽ ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ ചെയ്യണ മാതിരി അടിയിൽ ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചതിന് ശേഷം അതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ ചീസ് തൂക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താലും മതിയാകും. ചെഡർ ചീസ് ആണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തിയുമായിരിക്കും അതുപോലെ തന്നെ കുറച്ചും കൂടി ടേസ്റ്റിയുമായിരിക്കും. ഇത്തരത്തിൽ ഓവൻ ഇല്ലാതെയും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ സൗമ്യാസ് കിച്ചൺ മാജിക്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും.